ഗൈസ്, സോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞു കൊടുക്കുക? സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള. ബാക്കി കൂടെ പറയാം, ഞാൻ പറയില്ല. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും വാഗമണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ വീട്ടിൽ നിന്ന് 1 hour ദൂരമേ ഉള്ളൂ, 1.5 hours ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വാഗമണാണ് പോകുന്നത്. ഏതൊരു വീക്കെൻഡ് കിട്ടിയാലും വാഗമൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കണം, ചിലപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടാവും അല്ലേ? ഓക്കെ ഗൈസ്, ഇപ്പോൾ സമയം 6:11. അപ്പോൾ അയ്യോ കുട്ടനെ കാണുന്നില്ല. കുട്ടൊന്ന് കുഞ്ഞ് കുറച്ച് കുഞ്ഞിരിക്കണം. ഓക്കെ, തേനും ബാക്കിൽ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന റിസോർട്ടിൻ്റെ പേര് എന്താ കേട്ടോ? I don't know. ഞാൻ ആദ്യമായിട്ട് കാണുന്ന റിസോർട്ടാണ്. നമ്മൾ ഓൺ ദ വേ ആണ്. ഇപ്പം തന്നെ 6 മണിയായി. നമ്മൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി, 4 o'clock ആയി. Actually, this was not planned, okay? Yeah, അത് ഓൾമോസ്റ്റ് എവറി ട്രിപ്പ് ഇസ് നോട്ട് പ്ലാൻഡ്. എല്ലാം നമ്മൾ സർപ്രൈസ് പോകുന്ന പോലെയാണ് പോകുന്നത് അല്ലേ? ഓക്കെ, സോ യാ, വി ആർ ഓൺ ദ വേ. ഇനി 1 hour ഉണ്ട്. ആകെ മൊത്തം 1.5 hours ഉള്ളത് കൊണ്ട് ഇനി 1 hour. ഇത് വാഗമൺ കഴിഞ്ഞാണത്. ഓക്കെ, വാഗമൺ കഴിഞ്ഞ് നമ്മൾ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ഗൈസ്. സോ നാളെ വിഷു ആണ്. വിഷുവായിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടി? ഞങ്ങൾ വിഷുവിന് മുമ്പ് പോയിട്ട് വന്നിട്ട് നാളെ വിഷു ആഘോഷിക്കാനായിട്ട് ഷിജേൻ്റെ അടുത്ത് പോകണം. അപ്പം നമ്മൾ അതിന് മുമ്പ് പെട്ടെന്ന് പോയി വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് നാളെ ഞങ്ങൾ തിരിച്ചെറങ്ങാൻ പോകും. സോ നമുക്ക് എന്തിനാണ് ഒരുക്കി തരണം? ബൈ ദ വൈ, എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റം എടുത്തിട്ട് KSRTC ഒരു ബസ് ജേർണി, ലൈക്ക് ഇങ്ങനത്തെ ഒരു പ്ലേസിലേക്ക്, ലൈക്ക് ഒരു മൂന്നാറോ അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് KSRTC ഇരുന്ന് പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. കുട്ടന് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടോ? ഉണ്ടോട്ടെ KSRTC ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് KSRTC പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഗവി സിനിമ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടി നീ കുനിഞ്ഞില്ലെങ്കിൽ തന്നെ കാണില്ല കേട്ടോ. മാക്സിമം ഹൈറ്റ് ആയിട്ട്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ്. ഇനിയും കുറച്ച് ഒരു 1/2 hour ഒക്കെ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പം മോസ്റ്റ്ലി ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും ലേറ്റ് നൈറ്റ് ആവും. ലേറ്റ് നൈറ്റ് അല്ല, മീനിങ് ഇരുട്ടാവും. അപ്പോൾ ഇനി ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല. സോ തേന് ബാക്കിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആൻഡ് യെസ് ഗൈസ്, സോ ഇത് പിറ്റേന്ന് രാവിലെ ആട്ടോ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അന്ന് എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് അന്ന് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഇതൊക്കെയാണ് ഗ്ലിംസസ് ഓഫ് ദി ഹോൾ പ്രോപ്പർട്ടി. സോ ഐ കുഡൻറ്റ് ആക്ച്വലി ടേക്ക് ദ ഹോൾ പ്രോപ്പർട്ടി. ഞാൻ അവിടെ ഒത്തിരി പുറകിലേക്കൊക്കെ പോകണം. ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ഫോറസ്റ്റ് ട്രെക്കിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ടൈം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അതൊന്നും ചെയ്തില്ല. അതിൻ്റെ പുറകിലേക്കൊന്നും നമ്മൾ പോയുമില്ല. ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് പാർട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. ആൻഡ് കണ്ടതിൽ വെച്ചിട്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ്, അടിപൊളിയാണ്. ആൻഡ് ഓൾസോ ഇവർ പബ്ലിക്കിന് ഓപ്പൺ ചെയ്തിട്ട് തന്നെ 2 months ആയിട്ടുള്ളൂ. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ഡൈനിങ് ഏരിയ. സോ ദിസ് ഇസ് ലൈക്ക് എൻ എക്സ്റ്റെൻഡഡ് വേർഷൻ ഫ്രം അവർ റൂം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ 2 പേര് ഒരു ചെറിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇത്രയും വലിയതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങളൊരു ബഞ്ച് ഓഫ് പീപ്പിളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നല്ലൊരു സ്ഥലമാണ്. ബിക്കോസ് നമുക്ക് ഇരുന്ന് ചില്ലൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ആൻഡ് ദ ലോഡ് ഓഫ് കുറേ ആൻറ്റിക് ഫേർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ആൻഡ് മേജർ തിങ് ഇസ് ദെയർ വ്യൂ കേട്ടോ. വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. മോർണിംഗ് ഒക്കെ ആകുമ്പോൾ നല്ല മിസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യണം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് തേനും ഇപ്പോൾ ജസ്റ്റ് എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഈ റിസോർട്ട് ഇപ്പോൾ 2 months ആയിട്ടുള്ളൂ ഓപ്പൺ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടില്ല.
അപ്പോൾ തന്നെ കുക്ക് ഒന്നും സെറ്റായിട്ടില്ല. അപ്പോൾ ഇവർ മേടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ബൈ ഈ റിസോർട്ടിൻ്റെ നെയിം എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോഴും അല്ലാണ്ടും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്, എവിടെയാണ് ഈ റിസോർട്ട് എന്നുള്ളത്. സോ ദിസ് റിസോർട്ട് ഇസ് ഇൻ വാഗമൺ. വാഗമണിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇങ്ങനത്തെ ഒരു പൂൾ വില്ല റിസോർട്ട് എടുക്കണം കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഞാൻ അറിയില്ല പണ്ട് എപ്പോഴെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ വെരി റീസെൻ്റ്ലി നല്ലൊരു സ്ഥലമാണ് വാഗമണിൽ. ആൻഡ് സോ ദിസ് റിസോർട്ട്സ് നെയിം ഇസ് സിൽവൻ റിട്രീറ്റ്, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് തോന്നുന്നു. സിൽവൻ, യെസ്, സൈൽവൻ, ഐ ഡോണ്ട് നോ. ആൻഡ് യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. എൻ്റെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ എൻ്റെ റൂമിൻ്റെ ബൈറ്റ് കണ്ടിട്ടുണ്ടാവും. സോ ദിസ് വാസ് അവർ റൂം. ആൻഡ് നല്ല റൂമായിരുന്നു, ലൈക്ക് വെരി എലഗൻറ്റ്, വെരി മിനിമലിസ്റ്റിക് ആയിട്ട് അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ആൻഡ് വെരി എസ്തറ്റിക് ഇറ്റ് വാസ്. ലൈക്ക് നല്ലൊരു സെറ്റപ്പായിരുന്നു. നല്ല കേർട്ടൻസും ഫുൾ ഗ്ലാസ് വെച്ചിട്ടാണ് ഫുൾ കവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നല്ലൊരു ബ്യൂട്ടിഫുൾ ബാൽക്കണി. ആൻഡ് ബാൽക്കണി കൂടെ നല്ല വ്യൂ ആണെങ്കിലും അടിപൊളിയാണ്. ആൻഡ് സിൻസ് ഇതൊരു പൂൾ വില്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ പൂളിലേക്കും എൻട്രൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ബാൽക്കണി കൂടെ കാണുന്ന വ്യൂ. ഭയങ്കര രസമാട്ടോ, ഭയങ്കര ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് തോന്നും നമ്മളവിടെ ഇരുന്ന് നമ്മൾ രാവിലെ കാപ്പിയൊക്കെ കുടിക്കാനായിട്ട്. നല്ലൊരിതാണ്. ആൻഡ് ഇതാണ് നമ്മുടെ പൂൾ. pretty decent one. ഇത് നമ്മൾ ഓൾറെഡി റൂമിൽ വന്നപ്പോൾ, ഞാൻ യൂഷ്വലി റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റൂം ടൂർ ഞാൻ ചെയ്യാറുണ്ട്. ബിക്കോസ് അല്ലെങ്കിൽ എല്ലാം ഒന്ന് ഷാബി ആവുമല്ലോ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോൾ ലേറ്റ് ആയപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ തേനും ഡോണും നേരത്തെ ഡൈനിങ്ങിലേക്ക് പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ റൂം എടുക്കുന്നത്. കുറച്ച് ഷാബിയാണ്, നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കാണാം. പക്ഷേ സ്റ്റിൽ ജസ്റ്റ് ടു ഷോ ദി ഹോൾ സെറ്റപ്പ്. സോ ആൻഡ് ദിസ് ഇസ് ആർ വാഷ് ഏരിയ, pretty decent one. ആൻഡ് ഇവിടെ നിന്നും നമുക്കൊരു എൻട്രി ഉണ്ട് പൂളിലേക്ക്. സോ ബാൽക്കണി കൂടെയും ഒരു എൻട്രി ഉണ്ട്. നമ്മുടെ വാഷ്റൂമിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്കൊരു എൻട്രി ഉണ്ട്. So this is pretty much the whole thing, or whole room tour, or whatever you call it. ആൻഡ് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ നമ്മളുടെ മുകളിലത്തെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ച് വന്ന് കിടക്കുന്നതാണ് കാണുന്നത് ഗൈസ്. സോ യെസ്റ്റർഡേ ബിക്കോസ് വി ഓൾറെഡി ഡിഡ് എ ലേറ്റ് ചെക്ക് ഇൻ, വി ആസ്ഡ് ഫോർ എ ലേറ്റ് ചെക്ക് ഔട്ട് ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 12 o'clock വരെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റി. ആൻഡ് ലേറ്റ് ചെക്ക് ഔട്ടും കിട്ടി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൂളിലേക്ക് ഇറങ്ങി. സോ ഇതാണ് ഏറ്റവും ഫൺ പാർട്ട്. സാമിക്ക് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാണ്. സോ അവൾക്കിങ്ങനെ ഈ ട്യൂബിലിരുന്ന് വാട്ടർ സ്പ്ലാഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മുടെ പൂളിലാണെങ്കിൽ ഈ സ്പ്ലാഷിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അവൾക്ക് അങ്ങനെ നനയുന്നതിനേക്കാളും കൂടുതൽ ഇരുന്നിരുന്ന് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യാനാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. സോ പക്ഷേ ദ തിങ് വാസ് ദാറ്റ് ലൈക്ക് നമ്മളൊരു സഡൻ പ്ലാൻ ആയതുകൊണ്ട് തന്നെ ആരും തന്നെ സാമിക്കാണെങ്കിലും ഞങ്ങൾക്ക് ആർക്കും സ്വിമ്മിങ് ഡ്രസ്സില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മളുള്ള ഡ്രസ്സിലാണ് ഇറങ്ങിയത്. പിന്നെ ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ പ്രൈവറ്റ് പൂളായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മുകളിലത്തെ പൂളിൽ പോകണമെങ്കിൽ നമുക്ക് സ്വിമ്മിങ് ഡ്രസ്സ് വേണം. പക്ഷേ അതൊരു നല്ല കാര്യമായി. ആൻഡ് ദ വ്യൂ വാസ് ലൈക്ക് ജസ്റ്റ് സോ ഗുഡ്, ലൈക്ക് ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആയിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. യു ക്യാൻ സീ. പക്ഷേ ഈ ക്യാമറയിൽ ശരിക്കും അത് ജസ്റ്റിഫൈഡ് ആയിട്ടില്ല. നേരിട്ട് അടിപൊളിയാണ്. സോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. സോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ